കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വിവാഹം ഒത്തുവരാത്തവരുണ്ട് ഈശോയെ. ഒത്തുവരുന്ന വിവാഹങ്ങൾ എങ്ങനെ നടത്തുമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. വിവാഹ വിഷയങ്ങൾ സംസാരിക്കാൻ, ഇടനിലനിന്ന് സംസാരിക്കാൻ സ്വന്തമായിട്ട് വിശ്വസിക്കാൻ പറ്റിയ ആരും ഇല്ലാത്തവരുണ്ട് ഈശോയെ. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ചെല്ലുന്നവർ തന്നെ അവരുടെ ഉള്ളിലിരിപ്പനുസരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ആ കാര്യങ്ങൾ അടിച്ചു മാറ്റുന്ന രീതിയിൽ ചതിക്കപ്പെടുന്നുണ്ട് ഈശോയെ. ഇങ്ങനെ എത്രയോ മനുഷ്യരുണ്ട് ഈശോയെ. അങ്ങനെയെല്ലാം ഉള്ള മനുഷ്യരുടെ മേൽ കർത്താവെ, നീ അവരുടെ വിഷയങ്ങളെല്ലാം അങ്ങനെ സങ്കടപ്പെടുന്നവരുടെ വിഷയങ്ങൾ കർത്താവെ, നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവെ, രോഗബാധിതരുണ്ട് ഈശോയെ. ശാരീരികമായ ക്ലേശങ്ങളുണ്ട് ഈശോയെ. തങ്ങൾ ചെയ്യുന്ന ജോലി കൊണ്ട് കുടുംബം പോറ്റാൻ കഴിയാത്തവരുണ്ട് ഈശോയെ. കർത്താവ്, ഓരോ തരത്തിലുള്ള ബാധ്യതകൾ പെരുകുമ്പോൾ അതിനെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്? ചെറിയവർക്ക് ചെറിയ ദുഃഖങ്ങൾ, വലിയവർക്ക് വലിയ ബാധ്യതകളെന്ന് പറഞ്ഞതുപോലെ കർത്താവ്, ഓരോ മനുഷ്യരും അവരനുഭവിക്കുന്ന സങ്കടങ്ങൾ അവർക്ക് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ കർത്താവ്, നിന്നിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ്, നിന്നിലെ ഒരു വിശ്വാസം തോന്നണില്ല കർത്താവ്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ രീതികൾ, അവരുടെ തന്നെ പാപാവസ്ഥകൾ, ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതാണെങ്കിൽ കർത്താവ്, ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല കർത്താവ്, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ കർത്താവ്, അതിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് അങ്ങ് സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. യാത്രയിൽ കൂടെ പോരാൻ ആരില്ലാത്തതുകൊണ്ട് ഈശോയെ, ഒരു ഇൻ്റർവ്യൂവിന്, ഒരു ടെസ്റ്റിന്, ഒരു വിദൂര യാത്രയ്ക്ക് കൂടെ പോരാൻ ആരില്ലാത്ത കാരണം ആ ഉദ്യമങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് കർത്താവെ. ഇങ്ങനെ ഓരോരോ തരത്തിലും മനുഷ്യർ ഭൂമിയിൽ പല വിഷമതകൾ അനുഭവിക്കുന്നുണ്ട് ഈശോയെ. കുടുംബത്തിൽ കർത്താവെ, ഒരു കാര്യം പോലും ആരോടും പറയാൻ പറ്റാതിരിക്കുന്നുണ്ട് ഈശോയെ. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. നിക്കക്കളി ഇല്ലാത്തവർ, കടം മൂലം നിക്കക്കളി ഇല്ലാത്തവർ, ശാരീരിക രോഗങ്ങൾ സൗഖ്യപ്പെടാത്ത കാരണം നിക്കക്കളി ഇല്ലാത്തവർ, ഓരോ തരത്തിലുള്ള വിഷമതകളിലെ കർത്താവെ നിക്കക്കളി ഇല്ലാത്തവർ, ഓരോരുത്തരുടെ ഡേറ്റ് സർക്കാരിനോട്, കോടതിയോട്, അതുപോലെ സാമ്പത്തിക സ്ഥാപനങ്ങളോട്, അതുപോലെ വ്യക്തികളോട് ഓരോ ഡേറ്റ് പറഞ്ഞിട്ട് പാലിക്കാൻ നിർവഹമില്ലാതെ ആ ഡേറ്റ് അടുത്തടുത്ത് വരുംതോറും സംഭ്രമം കയറി ഭാരപ്പെട്ട മനസ്സുമായി അറ്റാക്ക് പോലും വരുന്ന രീതിയിൽ ഉറക്കമില്ലാതെ കർത്താവെ നടക്കുന്ന മനുഷ്യരുണ്ട് ഈശോയെ. അവർക്ക് ആർക്കും സഹായമില്ല ഈശോയെ. നീ മാത്രമേ തുണയുള്ളൂ കർത്താവെ. ഈ പ്രാർത്ഥന കൃപാസന ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ്, കൃപാസന ആൾത്താരെ കർത്താവ് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാലാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ്, ഞാൻ കരയിലും കടലും നടത്തിയിട്ടുള്ള ആരാധന ശക്തിയാലാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങയുടെ മക്കൾ, പ്രാർത്ഥനയ്ക്ക് കഴിവുള്ളവർ, പ്രാർത്ഥനയ്ക്ക് കഴിവില്ലാത്തവർ, പ്രാർത്ഥനയ്ക്ക് കുറവുള്ളവർ എല്ലാവരും നീ സന്ധിക്കണം. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ സംരക്ഷിക്കപ്പെടട്ടെ, നീ സൗഖ്യപ്പെടട്ടെ, നീ വിടുതൽ പ്രാപിക്കട്ടെ, നീ അനുഗ്രഹിക്കപ്പെടട്ടെ, നീ ആത്മവിശ്വാസം പ്രാപിക്കട്ടെ. നിൻ്റെ ജീവിതം ആത്മീയമായ ആഘോഷമായി മാറട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.